യൂസർ ഗസ്റ്റേഴ്സ് അല്ലെങ്കിൽ കേഴ്സർ മൂവ്മെന്റ്സ് ഒക്കെ അനലൈസ് ചെയ്യാൻ എഐക്ക് എങ്ങനെയാണ് പറ്റുന്നത്? നമ്മുടെ യൂസേഴ്സിൻ്റെ കേഴ്സർ മൂവ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇവർ ഉപയോഗിക്കുന്ന രീതി, അതായത് നമ്മൾ ആപ്ലിക്കേഷനിൽ ഇവർ വന്നു എന്നിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്യുന്നുണ്ടോ, സ്ക്രോൾ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കരോസിൽസ്, പേജ് ഫിനിഷ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആൾക്ക് നമുക്ക് നാളെ ഒരു സെയിൽസ് കൊടുക്കാൻ നേരത്ത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക. അല്ലാതെ ഒരു ഐഡിയലായിട്ട് നിൽക്കുന്ന ഒരാൾ ഒരു ഒന്നോ രണ്ടോ ക്ലിക്ക് ചെയ്തു, പിന്നെ പ്രത്യേകിച്ചൊന്നും റീഡ് ചെയ്യുന്നില്ല, പിന്നെ വേറെ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരാളാച്ചാൽ നമുക്കത് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഓരോ ക്ലിക്കിലും നമ്മളെ ബിഹേവിയർ AI പഠിച്ചുകൊണ്ടിരിക്കും. ശരിക്കും നല്ല അനലൈസ് ചെയ്യുന്ന ഒരു AI ടൂൾസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അത് ത്രൂ നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയാം, നമ്മൾ പ്രോഡക്റ്റ് കാർട്ട് ചെയ്തു, എന്നിട്ട് പിന്നെ ഒരു ബാങ്ക് പേയ്മെൻറ്റ് നടത്താൻ വന്നു, അവിടെ കുറച്ച് എന്തൊക്കെയോ കാട്ടി, എന്നിട്ട് അവർ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇത് പേയ്മെൻറ്റ് നടന്നിട്ടില്ല എന്ന്. അപ്പോൾ നമുക്ക് നാളെ ഇവരെ ഫോളോ അപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവർക്ക് തന്നെ രണ്ടാമത്തെ ഈ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാനോ നമുക്കത് ത്രൂ സെയിൽസൊക്കെ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആപ്ലിക്കേഷനിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. എന്നിരുന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആപ്ലിക്കേഷന് നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടും പോവുക. അതുപോലെ തന്നെ മോറോവർ യൂസർ ഫ്രണ്ട്ലിനേക്കാളും കൂടുതൽ ഈ ഫീച്ചറൊക്കെ വരുന്നത് നമുക്ക് സെയിൽസ് കൂടാനും നമ്മളെ പ്രോഡക്റ്റ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനും സാധ്യത കൂടും.